എല്ലാ മനുഷ്യർക്കും കുടിക്കാൻ ശുദ്ധജലം ഉറപ്പുവരുത്തുക എന്നത് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമാണ്. ആസൂത്രണമില്ലാത്ത നഗരവൽക്കരണവും ജനസാന്ദ്രതയും മലിനീകരണവും ഉൾപ്പെടെയുള്ള ഒട്ടേറെ ഘടകങ്ങൾ ശുദ്ധജല വിതരണത്തിന് തടസ്സമായി ഇന്നും നിലനിൽക്കുകയാണ്. നമ്മുടെ പൊതുജലാശയങ്ങൾ മാത്രമല്ല, കിണറുകൾ പോലും ഇപ്പോഴും ശുദ്ധമല്ല എന്നതാണ് വസ്തുത. തെളിനീരൊഴുകും നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പഠനം കാണിക്കുന്നത് കേരളത്തിലെ പൊതുജലാശയങ്ങളിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് 82% വരുമെന്നാണ്. അല്ലെങ്കിൽ പൊതുജലാശയങ്ങളിൽ 82% കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. അതുപോലെ തന്നെയാണ് വീട്ടുകിണറുകളിലെയും സ്ഥിതി. ഏതാണ്ട് 78% വീട്ടുകിണറിലെ സാമ്പിൾ പരിശോധിച്ചപ്പോഴും കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് വളരെ അപകടകരമായൊരു സാഹചര്യത്തെയാണ് കാണിക്കുന്നത്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് അമൃത് 2 എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക, ശുദ്ധജലം എത്തിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് നടപ്പാക്കുന്നത്. കേരളത്തിലെ എല്ലാ നഗരസഭകളിലും നടപ്പിലാക്കുന്ന അമൃത് 2ാം ഘട്ട പദ്ധതിയിലൂടെ സമ്പൂർണ്ണ ശുദ്ധജല വിതരണം ഉറപ്പാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. 93 നഗരസഭകളിലും ഉള്ള എല്ലാ വീടുകളിലും 24x7 എന്ന നിലയിൽ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും ശുദ്ധജലം എത്തിക്കുക എന്നതാണ് അമൃത് 2ാം ഘട്ടത്തിൻ്റെ ലക്ഷ്യം. ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, ജലം പാഴായി പോകുന്നത് കുറയ്ക്കുക, പുനരുപയോഗം, മേൽക്കൂരയിലെ മഴവെള്ള സംഭരണ നടപടികൾ എന്നിവയിലൂടെ ജലസംരക്ഷണത്തിൽ കേന്ദ്രീകരിക്കാനാണ് അമൃത് 2 പദ്ധതി വിഭാവനം ചെയ്യുന്നത്. ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിൻ്റെ പുതിയ കേരള മാതൃകയാണ് തെളിനീരൊഴുകും നവകേരളം. മാലിന്യമുക്തവും സ്വച്ഛമായി ഒഴുകുന്നതുമായിട്ടുള്ള പുഴകൾ മഴക്കെടുതിയെ എങ്ങനെ പ്രതിരോധിക്കാൻ സഹായിക്കും എന്നതും ഈ പദ്ധതിയുടെ ഒരു അനുഭവ പാഠമാണ്. ഇതുൾപ്പെടെ മനസ്സിൽ വെച്ച് കൂടുതൽ വിപുലമായി അമൃത് പദ്ധതി നമുക്ക് ഏറ്റെടുക്കാൻ കഴിയണം. എല്ലാ നഗരങ്ങളിലെ ജലാശയങ്ങളുടെ പുനരുജ്ജീവനവും സമ്പൂർണ്ണ സ്യൂവേജ് മാനേജ്മെൻറ്റും നമ്മുടെ പ്രധാന ലക്ഷ്യങ്ങളാണ്. അമൃത് ആദ്യഘട്ടം ഫലപ്രദമായി നടപ്പിലാക്കി വരുന്ന സംസ്ഥാനമാണ് കേരളം. പരിഷ്കരണങ്ങൾ നടപ്പിലാക്കി പ്രത്യേക ഇൻസെൻറ്റീവും 7ാം റാങ്കും കേരളം സ്വന്തമാക്കിയിരുന്നു. അമൃത് 2ാം ഘട്ടം പദ്ധതിയും നമുക്ക് ഫലപ്രദമായി തന്നെ ഏറ്റെടുക്കാം. അതിനായി എല്ലാ ആശംസകളും നേരുന്നു.